പശ്ചിമേഷ്യൻ സംഘർഷം ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു. ഇപ്പോൾ ഖത്തറിലെ ഭീമൻ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി പ്ലാന്റിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഗൾഫ് രാഷ്ട്രങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയാം. ഇങ്ങനെ പറയാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിൽ കടുത്ത LPG ക്ഷാമം ഉടലെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഏറ്റവും മികച്ച സ്ഥാനമുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമാധാനത്തിന് മധ്യസ്ഥത വഹിക്കാൻ അനുയോജ്യനാണെന്ന ഭൗമ രാഷ്ട്രീയ നയതന്ത്ര വൃത്തങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പരസ്യമായി അറിയിച്ച ഏക രാജ്യം ചൈനയാണ്. ഇന്ത്യ ഇതുവരെ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. ഇറാന്റെ എണ്ണ വാങ്ങുന്നതും അവർക്ക് മിസൈൽ സാങ്കേതിക വിദ്യ നൽകുന്നതും കാരണം ചൈനയെ ഒരു നിഷ്പക്ഷ രാജ്യമായി കാണാൻ പലർക്കും സാധിക്കുന്നില്ല. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. മോദി ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്കൻ രാഷ്ട്രത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയായ കേണൽ ഡഗ്ലസ് മക്ഗ്രഗറും മുൻ UAE സ്ഥാനപതി ഹുസൈൻ ഹസൻ മിർസയും വ്യക്തമാക്കുന്നത്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നീ 3 രാജ്യങ്ങളുമായും ഇന്ത്യക്ക് മികച്ച നയതന്ത്ര ബന്ധമാണുള്ളത്. ഇത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഈ 3 രാജ്യങ്ങളുമായും മികച്ച ബന്ധം പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ ഇന്ത്യ ഇറാനെ അനുശോചനം അറിയിച്ചിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കിയത്. അതേപ്രകാരം വ്യാപാര കരാർ ഉൾപ്പെടെ അമേരിക്കയുമായി മികച്ച ബന്ധത്തിലാണ് ഇന്ത്യ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സാമ്പത്തിക കരുത്ത് ഇന്ത്യക്ക് അനുകൂല ഘടകവുമാണ്. അമേരിക്കയുടെയും ചൈനയുടെയും സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുമ്പോഴും ഇന്ത്യ സുസ്ഥിരമായി തുടരുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സവിശേഷത ചേരിചേരാ നയമാണ്. ഈ നയത്തിന്റെ സ്ഥാപക അംഗമെന്ന നിലയിൽ ഒരു പക്ഷത്തും ചേരാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും ബന്ധപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കും. റഷ്യയുമായി പ്രതിരോധ ബന്ധം പുലർത്തുമ്പോൾ തന്നെ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയുടെ രീതി ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയോട് ഇറാൻ സ്വീകരിക്കുന്നത് ഒരു അനുകൂല നിലപാടാണ്. കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളിലും സാധാരണക്കാരുടെ മരണത്തിലും അദ്ദേഹം അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യ സമാധാനം, സംഭാഷണം, നയതന്ത്രം എന്നിവയെ പിന്തുണയ്ക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഊർജ്ജ വിതരണത്തിന്റെ തടസ്സമില്ലാത്ത നീക്കവുമാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെന്നും ഇരു രാജ്യങ്ങൾക്കും പൊതുവായ പ്രാദേശിക താൽപ്പര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ശ്രമങ്ങളെ തുടർന്ന് ഏകദേശം 92,700 മെട്രിക് ടൺ LPG വഹിച്ചുകൊണ്ട് 2 ഇന്ത്യൻ കപ്പലുകളായ ശിവാലിക്, നന്ദാദേവി എന്നിവ ഈ വഴി സുരക്ഷിതമായി ഇന്ത്യയിലെത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും 20-ലധികം ഇന്ത്യൻ കപ്പലുകൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ത്യക്കും ഇറാനുമിടയിൽ കപ്പലുകൾക്ക് സ്ഥിരമായതോ പൊതുവായതോ ആയ ഒരു ക്രമീകരണവുമില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ഓരോ കപ്പലിനും വെവ്വേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നയതന്ത്ര ഇടപെടൽ തുടരുകയാണ്. ഇന്ത്യ ഇറാൻ ബന്ധം ശക്തമാണെന്നും സംഘർഷം നിർഭാഗ്യകരമാണെന്നും എന്നാൽ ഇന്ത്യൻ കപ്പലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ UAEക്കും അയൽ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ മോദി ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ UAE സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സംഘർഷങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും ഇരു നേതാക്കളും ആഹ്വാനം ചെയ്തു. സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും പിന്തിരിയേണ്ടത് അത്യാവശ്യമാണെന്നും സമാധാനം നിലനിർത്താൻ ഇത്തരം ചർച്ചകൾക്ക് പ്രാധാന്യമുണ്ടെന്നും വിലയിരുത്തപ്പെട്ടു. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രാപ്തമാണെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. ഏതായാലും ഇന്ത്യ അത്തരത്തിൽ ഒരു ചർച്ചകളോടും പ്രതികരിച്ചിട്ടില്ല. യുദ്ധം അവസാനിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമാണ്.